നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുപോയ ആ സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിലും ആകാംക്ഷയുണ്ട്. സ്വാഭാവിക നീതി പരിഗണിച്ച് അധ്യക്ഷനാക്കണമെന്നാണ് അബിൻ വർക്കി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തികച്ചും ന്യായമായ കാര്യമാണ്. എറണാകുളം ജില്ലയിലടക്കം അതിന്റെ ഉദാഹരണം ഉണ്ട് താനും. പക്ഷേ സാമുദായിക സമവാക്യം ചൂണ്ടിക്കാട്ടി അബിനെ വെട്ടാൻ ശ്രമമുണ്ട്. അബിൻ വർക്കിയെ ഒഴിവാക്കിയാൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. KM അഭിജിത്തിനു വേണ്ടി കൂടുതൽ നേതാക്കൾ രംഗത്തുണ്ട്. VP അബ്ദുൾ റഷീദിനെ പരിഗണിക്കണമെന്നും ഒരാവശ്യം ഉയരുന്നുണ്ട്. അതേസമയം മുഖം രക്ഷിക്കാൻ വനിതകളെ പരിഗണിക്കണമെന്നുള്ളൊരാവശ്യമുണ്ട്. ദുർബലമായ ആവശ്യമാണത്. പക്ഷേ അമ്മയുടെ മാതൃകയിൽ വനിതാ നേതാക്കൾ രംഗത്ത് വന്നാൽ എന്താ കുഴപ്പം? റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞാൽ കഴിവുള്ള കുറച്ചധികം നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇപ്പോൾ അബിൻ വർക്കിയെ പോലെ, അഭിജിത്തിനെ പോലെ, ബിനുവിനെ പോലെ, റഷീദിനെ പോലെ, സ്നേഹയെ പോലെ, അരിതയെ പോലെ ഒക്കെയുള്ള നേതാക്കളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നം പലരുടെയും ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്, അല്ലേ റോഷി? അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം കോൺഗ്രസിനകത്ത് നമുക്കറിയാം ഗ്രൂപ്പുകൾ, ഗോത്രങ്ങൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരു പരിഗണനാ വിഷയമായി മാറാറുണ്ട്. പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ ഒന്നിനൊന്നോട് മെച്ചമാണ്. കാരണം അവർക്ക് ക്ലീൻ ഇമേജാണ്. അവർക്കെതിരെ ഇതുവരെ ഒരു തരത്തിലും ആരോപണങ്ങൾ ഉയരാത്തവരാണ്. അത് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കി ആകട്ടെ, മുൻ KSU സംസ്ഥാന അധ്യക്ഷനായ KM അഭിജിത്തോ അല്ലെങ്കിൽ VP അബ്ദുൾ റഷീദോ, അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കളും, ബിനു ചുള്ളിയിലോ, എല്ലാവരും ക്ലീൻ ഇമേജാണ്. അത് വനിതാ നേതാക്കൾ അടക്കം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ആ തരത്തിലൊരു ആശങ്കയില്ല. വലിയൊരു നേതൃനിര കോൺഗ്രസിന് വെല്ലുവിളിയാണ് ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ. കാരണം ആരെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കും? ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇതിൽ അബിൻ വർക്കിയെ മാത്രം വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ശക്തമാണ്. സാധാരണ തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിൽ അധ്യക്ഷൻ ഒഴിവാകുമ്പോൾ പകരം അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച രണ്ടാമൻ അധ്യക്ഷനാവുന്നതാണ് പതിവ്. അത് കീഴ്വഴക്കമാണ് കോൺഗ്രസിൽ. പക്ഷേ ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് അബിൻ വർക്കിയെ സാമുദായിക സമവാക്യം പറഞ്ഞ് വെട്ടിമാറ്റാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് പരാതി. അങ്ങനെ അബിൻ വർക്കിയെ ഒഴിവാക്കുകയാണെങ്കിൽ നേരത്തെ കോൺഗ്രസിനകത്ത് സാമുദായിക സമവാക്യം പല കാര്യത്തിലും പരിഗണിച്ചില്ല എന്ന ആക്ഷേപം അതേ അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർ പറയുന്നു. കാരണം ദേശീയ നേതൃത്വത്തിലേക്ക് സംസ്ഥാനം എന്നുള്ള നേതാക്കൾ വരുമ്പോൾ എല്ലാവരും ഒരേ സമുദായത്തിലുള്ളവരാണ്. അതിൽ മറ്റ് വ്യത്യസ്ത സമുദായത്തിൽ നിന്ന് ആരെയും ആ ഘട്ടത്തിൽ പരിഗണിച്ചല്ലോ. എന്തുകൊണ്ട് ആ സമയത്ത് ഈ സാമുദായിക സമവാക്യം മാനദണ്ഡമാക്കിയില്ല എന്ന് പറയുന്നു. സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ പദവിയിൽ, പ്രധാന പദവിയിൽ ഇരിക്കുന്ന പലരും ഒരേ സമുദായത്തിലുള്ളവരാണ്. അവിടെയൊന്നും സാമുദായിക സമവാക്യം വന്ന് പരിഗണിച്ചില്ലല്ലോ എന്ന ചോദ്യം അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നുണ്ട്. അബിൻ വർക്കിക്ക് ന്യായമായി അധ്യക്ഷ പദവി ലഭിക്കേണ്ടതാണ്. അബിൻ വർക്കിയെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം സാമുദായിക സമവാക്യം ചൂണ്ടിക്കാട്ടുകയാണ്. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ സാമുദായിക സമവാക്യം പറഞ്ഞുകൊണ്ട് നേതാക്കളെ ഒഴിവാക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. ഏതായാലും സാമുദായിക സമവാക്യം ചൂണ്ടിക്കാണിച്ച് അബിൻ വർക്കിയെ ഒഴിവാക്കി ബിനു ചുള്ളിയിലിനെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഒപ്പം KM അഭിജിത്തിന് വേണ്ടി കൂടുതൽ നേതാക്കൾ രംഗത്തുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചോളം അധ്യക്ഷനെ കണ്ടെത്തുന്ന വലിയ ബുദ്ധിമുട്ടാണ്. യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരൻ ആരാകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ചർച്ചകൾ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇത് നേരിട്ട് സംസ്ഥാനത്തെ നേതാക്കളുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. രമ്യതയിൽ പ്രശ്നം പരിഹരിച്ച് അധ്യക്ഷ പദവിയിൽ ഒരാളെ കൊണ്ടുവരാൻ, ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട മറ്റുള്ളവർക്ക് മറ്റ് പരിഗണന നൽകാനുള്ള ആലോചനയുണ്ട്. ബിനു ചുള്ളിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. KM അഭിജിത്തിന് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കപ്പെട്ടെങ്കിലും പദവിയിൽ എത്താൻ സാധിച്ചിരുന്നില്ല. KM അഭിജിത്തിനെ വെട്ടിമാറ്റിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ KM അഭിജിത്തിനെ ദേശീയ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ച് അബിൻ വർക്കിയെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട്, തർക്കമുണ്ട് അരുൺകുമാർ ഈ വിഷയത്തിൽ. ഓക്കെ, താങ്ക് യു റോഷി. KJ ജേക്കബ് എഴുതിയിരിക്കുന്നതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം നിർത്താൻ കോൺഗ്രസ് ആവശ്യപ്പെടണം എന്ന് KJ ജേക്കബ് എഴുതുന്നു. മിനിയാന്ന് വരെ ആ സംഘടനയെ നയിച്ച ലിജുവിനെയും PC വിശ്വനാഥനെയും പോലെയുള്ള നേതാക്കളെ ഓർത്തെങ്കിലും തങ്ങളെ ലൈംഗിക വസ്തുവാണ് മാത്രമാണ് അയാൾ ഉപയോഗിച്ചത് എന്ന് നിരന്നു പറയുന്ന സ്ത്രീകളെ ഓർത്തെങ്കിലും മനുഷ്യരിൽ താഴെയായി പിറന്നു വീഴുന്ന ആ ജന്മത്തോട് പൊതുപ്രവർത്തനം നിർത്താൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്താൽ പോലും ഒരു മേന്മയും അവകാശപ്പെടാനില്ല. ആരും അറിയാതെയൊന്നുമല്ല, താരതമ്യമല്ലാത്ത നീചത്വം അയാൾ കാട്ടിക്കൂട്ടിയത്. അതിൻ്റെ ഉത്തരവാദികൾ അതിൻ്റെ പേരിൽ ഇനിയും ഉത്തരം പറയണം. കേരളത്തിലെ മനുഷ്യരത് പറയിപ്പിക്കുമെന്നുള്ളതാണ് KJ ജേക്കബിനെ പോലുള്ളവർ പറയുന്നത്. അതായത് ഇടതുപക്ഷത്തെ സൈബർ ഗ്രൂപ്പിലുള്ളവരും താരയെപ്പോലെ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് തൂലിക ജലിപ്പിച്ചവരും ഒരുപാട് പേരും നിരന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ശരിയല്ല, രാഹുലിനെ നിങ്ങൾ തിരിച്ചറിയാൻ വൈകിയതല്ലേ, കൂടുതൽ അപകടമുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ പൊതുപ്രവർത്തനം അയാൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ശരിയാണ്, ഇങ്ങനെയുള്ളവർ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഈ ശബ്ദം അയാളുടേതല്ല അല്ലെങ്കിൽ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. ആ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെന്ന് തെളിഞ്ഞാൽ
എന്താ സംശയം? നമ്മൾ ആ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നമുക്ക് എന്താ മടിയുള്ളത്? ഇത് തെറ്റാണെന്ന് പറയുന്നത് എന്താ മടിയുള്ളത്? പക്ഷെ അത് തെളിയിക്കണം. അതല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത് നിഷേധിക്കുന്നില്ല. കാരണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമുക്കെല്ലാവർക്കും നേരത്തെ ഇതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ തെളിവുമായി വന്നത്. ആ തെളിവാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഭീഷണികളൊക്കെ ഒരുപാട് സൈബർ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ നേരിടുന്നുണ്ട്. അതൊന്നും ആരും വകവയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കേരളം ഇങ്ങനെയൊക്കെ തന്നെ പോകണമെങ്കിൽ, കോൺഗ്രസ് ഇനി ശക്തമായി തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ടീമുകളെ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളത് മാത്രമാണ് ഇനി മുന്നിലുള്ള വഴി. അത്യന്തം അപകടകരമായിരുന്നു